കഥയെ ആരംഭിക്കുന്നത് ജിൻസു എന്ന യുവാവിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. നല്ല മഴ പെയ്യുന്ന ഒരു ദിവസം രാത്രിയിൽ ജിൻസു തന്റെ കാറിൽ ഒരു സിഗ്നലിൽ വന്നു നിന്നു. നല്ല ഭംഗിയുള്ള മഞ്ഞ നിറത്തിലുള്ള ഒരു ബൊക്കെയും അവൻ ആരെയോ ഓർത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തൊക്കെയോ ചിന്തിച്ച് ജിൻസു സിഗ്നൽ നോക്കാതെ വണ്ടി മുമ്പോട്ടെടുത്തു. അശ്രദ്ധമായ ആ നീക്കം വലിയൊരു അപകടത്തിലേക്കായിരുന്നു ജിൻസുവിനെ കൊണ്ടെത്തിച്ചത്. ജിൻസു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അത്രയധികം പരിക്കുകൾ അവന് പറ്റിയിരുന്നില്ല. അവൻ സുഖപ്പെട്ടു വന്നു. ഹോസ്പിറ്റലിൽ കഴിയുമ്പോ ജിൻസുവിനെ കാണുവാൻ അവന്റെ സുഹൃത്ത് സാങ്ങിൻ കടന്നു വന്നു. സാങ്ങിനും ജിൻസുവും കുറച്ചധികം നേരം സംസാരിച്ചിരിക്കുന്നുണ്ട്. ഇതിനിടയിൽ നാളെ താൻ ഡിസ്ചാർജ് ആകും എന്ന് ജിൻസു അറിയിച്ചു. എങ്കിൽ നീ വീട്ടിലെത്തിയിട്ട് കാണാം എന്ന് പറഞ്ഞ കൂട്ടുകാരൻ സാങ്ങിൻ അവിടെ നിന്ന് പോവുകയും ചെയ്തു. ജിൻസു ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തി. അവന് അനിയൻ മാത്രമേയുള്ളൂ. വീട്ടിലെത്തിയ ജിൻസു ലാൻഡ് ലൈനിലെ വോയിസ് മെസ്സേജുകളൊക്കെ ഒന്ന് പരിശോധിക്കുകയായിരുന്നു. അപ്പോൾ അതിലൊരു പെൺകുട്ടിയുടെ മെസ്സേജ് കേട്ടു. ഡാ, നിന്റെ ഫേവറേറ്റ് ലൈറ്റർ എന്റെ മേശപ്പുറത്തു നിന്ന് എനിക്ക് കിട്ടി. ഇത് കണ്ടപ്പോ ഇതെനിക്ക് നിനക്ക് തിരിച്ചു തരണമെന്ന് തോന്നി. നീ ഫ്രീ ആവുമ്പോ വിളിക്ക്. ആ ശബ്ദം കേട്ടിട്ട് ഇതാരാണ് എന്നത്ര ആലോചിച്ചിട്ടും ജിൻസുവിനത് മനസ്സിലായതേയില്ല. അനിയനോട് അവൻ അതിനെപ്പറ്റി ചോദിച്ചു. അവനും അതാരാണെന്നൊരു പിടുത്തവുമില്ല. മനസ്സിലിട്ട് അതാരാണെന്ന് അവൻ ഓർക്കാൻ ശ്രമിച്ചു. പക്ഷെ ഒന്നും വ്യക്തമായി മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അനിയനൊപ്പം അപ്പോഴവനൊരു സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അനിയൻ അവനോട് നാളെ നീ ഓഫീസിൽ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു. പോണം, ഈ സിനിമ തീർന്നിട്ട് വേണം കിടക്കാൻ, നല്ല രസമുണ്ട്. ജിൻസു പറഞ്ഞതും അനിയൻ ചോദിച്ചു, ഇത് നമ്മൾ തിയേറ്ററിൽ പോയി കണ്ടതല്ലേ? അത് കേട്ടതും ജിൻസു ഒന്ന് ഞെട്ടിയിരുന്നു. കാരണം അതൊന്നും അവൻ ഓർമ്മയില്ല. തനിക്കെന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് അതോടെ അവൻ തിരിച്ചറിയുകയാണ്. കഥ അവിടെ നിന്നും ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിലേക്ക് നീങ്ങുന്നു. ജോങ്ഹി എന്ന പെൺകുട്ടിയെ നമ്മൾ പരിചയപ്പെടുകയാണ്. കൂട്ടുകാരിക്കൊപ്പം ഷോപ്പിങ്ങിന് വന്നതായിരുന്നു അവൾ. അവിടെ വെച്ച് ടിവിയിൽ അവൾ ജിൻസുവിനെ കണ്ടു. ജിൻസു ഒരു ടിവി ചാനലിൽ കാലാവസ്ഥാ അവതാരകനായി ജോലി നോക്കുകയാണ്. ജോങ്ഹി നേരെ തിരികെ വീട്ടിലെത്തി. അവളുടെ വോയിസ് മെസ്സേജ് ആയിരുന്നു ലേറ്ററിന്റെ കാര്യം പറഞ്ഞ് ജിൻസു കേട്ടിരുന്നത്. അവൾ ആ വോയിസ് മെസ്സേജിൽ പറഞ്ഞ ലേറ്റർ എടുത്ത് കത്തിച്ചതിലേക്ക് നോക്കിയിരിക്കാൻ ആരംഭിച്ചു. അന്ന് രാത്രിയിൽ ജോലി കഴിഞ്ഞ് കൂട്ടുകാരുടെ കൂടെ കൂടാൻ ജിൻസു തീരുമാനിച്ചിരുന്നു. സാങ്ങിനും മറ്റൊരു കൂട്ടുകാരനായ ലോനും അങ്ങോട്ടേക്ക് വന്നു. ലോങ്ലിയോ ഒരു ഇൻഷുറൻസ് ഏജന്റ് ആണ്. ജിൻസുവിനെ കണ്ട് അപകടം എപ്പോ വേണമെങ്കിലും സംഭവിക്കാമെന്നൊക്കെ പറഞ്ഞ് ഇൻഷുറൻസ് എടുപ്പിക്കാൻ അവൻ ശ്രമിക്കുന്നുണ്ട്. സാങ്വിനാകട്ടെ അതിന് പാരപണിയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒരു തരത്തിൽ ലിയോ ജിൻസുവിനെ കൊണ്ട് ഇൻഷുറൻസ് എടുപ്പിച്ചു. അതും ഫാമിലി ഇൻഷുറൻസ്. നിനക്ക് ഫാമിലി ആവുമ്പോ ഇതിലേക്ക് എല്ലാവരെയും ആഡ് ഓൺ ചെയ്യാം എന്ന് ലിയോ കൂട്ടിച്ചേർത്തു. ആ സമയം ജിൻസു പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നീയും അധികം വൈകാതെ നിന്റെ പെണ്ണ് മിയാമിയെ കെട്ട്. അപ്പോ നിനക്കും ഇതുപോലൊരു ഫാമിലി ഇൻഷുറൻസ് എടുക്കാമല്ലോ. അത് കേട്ട് സാങ്ങിനും ലിയോയും പെട്ടെന്നൊന്ന് സൈലന്റായി, ഒന്ന് ഞെട്ടുകയും ചെയ്തു. പിന്നീട് സാങ്ങിനും ജിൻസുവും തനിച്ചു നിന്ന സമയത്ത് സാങ്ങിൻ ജിൻസുവിനോട് ചോദിച്ചു, നിനക്കെന്താ ഭ്രാന്താണോ? ആ ലിയോയോട് നീ എന്തിനാ അങ്ങനെ ചോദിച്ചേ? മിയാമിനെ കെട്ടാനൊക്കെ പറഞ്ഞേ. എന്തേ അവര് തമ്മിൽ പിന്നെ ബ്രേക്കപ്പ് ആയോ? എടാ, കഴിഞ്ഞ വർഷം ആക്സിഡന്റിൽ അവള് മരിച്ചില്ലേ? നീ ഉണ്ടായല്ലോ ഫ്യൂണറലിന്. അത് കേട്ടതും ജിൻസു അക്ഷരാർത്ഥത്തിൽ ഒന്ന് ഞെട്ടി, ഒന്ന് വല്ലാതായി. തനിക്കെന്തൊക്കെയോ ഓർമ്മകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നവൻ തിരിച്ചറിയുകയായിരുന്നു. വീട്ടിലേക്ക് തിരികെ പോകുന്ന വഴി അവനൊരു കാര്യം മനസ്സിലായി. ആക്സിഡന്റിന് ശേഷം തന്റെ ഓർമ്മകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അന്ന് രാത്രി അതൊക്കെ ഓർത്തായിരുന്നു അവൻ കിടന്നത്. അടുത്ത ദിവസം അനിയന്റെ ശബ്ദം കേട്ട് അവൻ എഴുന്നേറ്റു. അവൻ ചെന്ന് നോക്കുമ്പോ അനിയൻ ഒരു പട്ടിക്കുട്ടി എടുത്തു വെച്ച് അതിനെ പേരൊക്കെ വിളിച്ച് കളിപ്പിച്ചിരിക്കുവാണ്. ജിൻസു അവനോട് ചോദിച്ചു, ഇതിനെ നീ വളർത്തുന്നതാണോ? ഞാൻ വളർത്തുന്നതോ? ചേട്ടായിക്ക് ഒരു പെൺകുട്ടി ഗിഫ്റ്റ് തന്നതല്ലേ? ദേ, ഈ പെൺകുട്ടിയാണെന്ന് പറഞ്ഞ് ആ പട്ടിയുടെ ലോക്കറ്റിൽ ഉണ്ടായിരുന്ന പ്രിന്റ് ചെയ്ത പെൺകുട്ടിയുടെ ഒരു ഫോട്ടോ അവന് കാണിച്ചു കൊടുത്തു. ചേടാ, ഇതേത് പെൺകുട്ടിയാ? ജിൻസു വീണ്ടും ആലോചിച്ചു. അപ്പോഴാണ് വീണ്ടും ലാൻഡ് ഫോണിൽ ഒരു വോയിസ് മെസ്സേജ് വരുന്നത്. അവർ അത് പ്ലേ ചെയ്തു. നിന്റെ ലേറ്റർ എനിക്ക് തരണമെന്നുണ്ടായിരുന്നു, അതാ ഞാൻ വിളിച്ചത്. പക്ഷേ ഇപ്പോ അതിന് നമുക്കിടയിൽ കാര്യമായി ഒന്നും തന്നെ ഇല്ലല്ലോ. ആ മെസ്സേജ് കൂടി കേട്ടതോടെ ജിൻസു ഒന്നുകൂടി അസ്വസ്ഥനായി. ഈ മെസ്സേജ് അയക്കുന്ന പെൺകുട്ടി ആരാണ്? അവളും താനും തമ്മിൽ അടുപ്പമായിരുന്നോ എന്നിങ്ങനെ പലതരം ചിന്തകൾ ജിൻസുവിന്റെ ഉള്ളിലേക്ക് ഓടി ഓടി വരാൻ തുടങ്ങി. ഇതിനിടയിൽ ജോലിയുടെ ഭാഗമായി സാങ്ങിൻ യുകെയിലേക്ക് പോകുന്ന വിവരം അവൻ അറിഞ്ഞിരുന്നു. സാങ്ങിനെ യാത്രയാക്കാൻ അവൻ എയർപോർട്ടിലെത്തി. എയർപോർട്ടിൽ വെച്ച് അവൻ സാങ്ങിനോട് ചോദിച്ചു, ഡാ, ഞാൻ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു പെൺകുട്ടിയുടെ കാര്യം നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്താടാ, ഞാൻ അറിയാത്ത വല്ല ചുറ്റിക്കളി നിനക്കുണ്ടോ? ഹേയ്, അങ്ങനൊന്നുമില്ലടാ. എന്തായാലും നീ പോയിട്ട് വാ, വരുമ്പോ ഞാൻ പറയാം. ജിൻസു അവനെ യാത്രയാക്കി. മറുവശത്ത് ജിൻസുവിന്റെ വീട്ടിൽ ജിൻസുവിന്റെ അനിയൻ നിൽക്കുമ്പോഴാണ് ഒരു കോൾ വരുന്നത്. അത് വോയിസ് മെസ്സേജിലേക്ക് മാറാൻ പോവുകയായിരുന്നു. നേരത്തെ മെസ്സേജ് അയച്ച പെൺകുട്ടിയുടെ മെസ്സേജ് ആണെന്ന് വ്യക്തം. ഉടൻ തന്നെ പോയി അനിയൻ കോൾ എടുത്തു. അവൻ, ഹലോ, നിങ്ങളാണോ എന്റെ ചേട്ടനെ പറ്റി
ജോൻഹിയെ ഗിഫ്റ്റ് ചെയ്തത് എന്ന തരത്തിൽ ചോദിച്ചു. ആണെങ്കിൽ നിങ്ങളെ അത്യാവശ്യമായിട്ടൊന്ന് കാണണമല്ലോ എന്നും അവൻ പറഞ്ഞു. ഇനി അങ്ങനെ കാണേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ അവൻ എന്നെ വിളിച്ചേനെ എന്നായിരുന്നു മറുവശത്തു നിന്ന് ആ പെൺകുട്ടി പറഞ്ഞത്. അയ്യോ, അതുകൊണ്ടൊന്നും അല്ലാട്ടോ, അവൻ വിളിക്കാതിരുന്നത് അവനൊരു ആക്സിഡന്റ് പറ്റി. അത് കേട്ടതും മറുവശത്ത് ഫോൺ വിളിച്ചിരുന്ന ജോങ്കി എന്ന ആ പെൺകുട്ടി ഒന്ന് ഞെട്ടി. ആക്സിഡന്റോ? എന്താ പറ്റിയത്? അവനെന്തെങ്കിലും പരിക്കുകൾ? അങ്ങനെ പുറമെ പരിക്കൊന്നുമില്ല, പക്ഷെ ഒരു ഓർമ്മക്കുറവുണ്ടോ എന്ന് സംശയം. നിങ്ങളൊന്ന് പരസ്പരം കണ്ട നന്നായിരിക്കും. എന്തായാലും അനിയൻ മീറ്റിംഗ് അറേഞ്ച് ചെയ്തു. ജിൻസു അനിയന്റെ നിർദ്ദേശപ്രകാരം ജോൻഹിയെ ചെന്ന് കണ്ടു. ഒരു റെസ്റ്റോറന്റിൽ വെച്ച്. അവിടെ വെച്ചിട്ടാണ് ഒരു കാര്യം വ്യക്തമാകുന്നത്. ജോൻഹി സ്നേഹിച്ചതും ഫോൺ വിളിച്ചതും മെസ്സേജ് അയച്ചതും ജിൻസുവിനെ ഉദ്ദേശിച്ചായിരുന്നില്ല, മറിച്ച് സാങ്ങിനെ ഉദ്ദേശിച്ചാണ്. പണ്ട് അവരെല്ലാവരും ഒരുമിച്ച് ഒരിടത്തായിരുന്നു താമസിച്ചിരുന്നത്. ആ ഓർമ്മയിലാണ് അങ്ങോട്ടേക്ക് വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്തത്. അവർ ഒരു കോളേജിലായിരുന്നു പഠിക്കുകയും ചെയ്തിരുന്നത്. ജോങ്കിയും ജിൻസുവും ഒക്കെ സുഹൃത്തുക്കളുമായിരുന്നു. അവരന്ന് കോളേജിലെ കാര്യമൊക്കെ സംസാരിച്ചു. ആ സമയത്ത് അവള് ചോദിച്ചു, നിനക്കപ്പോ കോളേജ് ലൈഫിലെ ഒന്നും ഇപ്പൊ ഓർമ്മയില്ലേ? ഇല്ലടോ, നന്നായിട്ട് കോണ്ടാക്ട് ഉള്ള കുറച്ചുപേരെ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പക്ഷേ സാങ്ങിന് പകരം എന്നെ ഇവിടെ കണ്ടപ്പോ നിനക്ക് സങ്കടം തോന്നിയില്ലേ? ജിൻസു തിരക്കി. അവൾ പറഞ്ഞു, അങ്ങനൊന്നുമില്ല, എല്ലാം നിനക്കും അറിയാവുന്നതല്ലേ. സാങ്ങിനിപ്പോ ജോലിയൊക്കെയായി ബന്ധപ്പെട്ട് UK വരെ പോയേക്കുവാ. 2 ആഴ്ച കഴിയുമ്പോ തിരിച്ചു വരും. അത് കഴിയുമ്പോ നീ എന്തായാലും അവനെ ഒന്ന് കോണ്ടാക്ട് ചെയ്യ്. ജിൻസു അതും പറഞ്ഞ് അവന്റെ വിസിറ്റിംഗ് കാർഡ് എടുത്ത് അവൾക്ക് കൊടുത്തു. ശേഷം വീട്ടിലേക്ക് പോന്നു. വീട്ടിലെത്തി അവൻ അനിയനെടുക്കൽ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അനിയൻ പറഞ്ഞു, ഇതെന്ത് കുന്തം, ഇതിപ്പോ ഒന്നുമില്ലല്ലോ, ഞാൻ എന്തൊക്കെയോ പ്രതീക്ഷിച്ചു. കുറച്ചു കഴിഞ്ഞ് അവൻ ജിൻസുവിന്റെ മുറിയിലേക്ക് വന്നു. കയ്യിലൊരു പെട്ടി ഉണ്ടായിരുന്നു. അവൻ പറഞ്ഞു, ചേട്ടൻ ആക്സിഡന്റ് ആയ സമയത്ത് കാറിലുണ്ടായിരുന്ന സാധനങ്ങളാ, അത് ബോക്സിലാക്കി ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവൻ ആ പെട്ടി തുറന്ന് പരിശോധിക്കാൻ തുടങ്ങി. ജിൻസുവിന് ആ പെട്ടിയിൽ നിന്നും ഒരു ഫോട്ടോ കിട്ടി. മുഖം വ്യക്തമല്ലാത്ത ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ. അതാരാണ്? അവൻ ആലോചിച്ചു. എത്ര ആലോചിച്ചിട്ടും ഒരു പിടുത്തം കിട്ടുന്നില്ല. രാത്രി ഉറങ്ങുന്ന സമയത്ത് സ്വപ്നത്തിൽ ആ പെൺകുട്ടിയുടെ മുഖം പതിയെ തെളിഞ്ഞു വരുന്നത് പോലെയൊക്കെ അവന് തോന്നി. എന്നിട്ടും വ്യക്തമല്ല. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം അവനൊരു ഡോക്ടറെ പോയി കണ്ടു. തനിക്കെന്തോ പ്രശ്നമുണ്ട്, എന്താ ഈ സംഭവിക്കുന്നത് എന്നറിയുവാൻ അവന് താല്പര്യമുണ്ടായിരുന്നു. ഡോക്ടർ അവനോട് കാര്യങ്ങൾ വ്യക്തമാക്കി. ജിൻസുവിനെ ബാധിച്ചിരിക്കുന്നത് സെലക്റ്റീവ് അംനീഷ്യയാണ്. ആക്സിഡന്റിൽ അവന് പറ്റിയതാണ്. അത് തിരിച്ചുപിടിക്കാൻ അവന്റെ മനസ്സ് ശ്രമിക്കുമ്പോൾ അത് പല സ്വപ്നങ്ങൾ പോലെ അവൻ അനുഭവപ്പെടുന്നതാണ്. ആ പെൺകുട്ടിയെ പറ്റിയുള്ള തോന്നലും ഓർമ്മകളും തുടർച്ചയായി തോന്നുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ആ പെൺകുട്ടി നിങ്ങൾക്ക് അത്രമേൽ വേണ്ടപ്പെട്ടതായിരിക്കാം എന്നുകൂടി ഡോക്ടർ പറഞ്ഞു. ജിൻസുവിനും ആകെ അങ്കലാപ്പും കൗതുകവുമായി. ആരായിരിക്കും ആ പെൺകുട്ടി? ജിൻസു അന്വേഷിക്കാൻ ആരംഭിച്ചു. ആദ്യം അവൻ പോയത് ലിയോയുടെ അടുത്തേക്കായിരുന്നു. ക്ലിയർ അല്ലാത്ത ആ ഫോട്ടോ ലിയോയെ കാണിച്ച്, ഇവളെപ്പറ്റി വല്ലതും നിനക്കറിയാമോ എന്ന് ജിൻസു അവനോട് ചോദിച്ചു. ലിയോക്ക് ആ പെൺകുട്ടിയെ മനസ്സിലായില്ല. പക്ഷെ അവൻ പറഞ്ഞു, എടാ, ഇത് നമ്മുടെ ക്ലബിൽ വെച്ചെടുത്തതാണെന്ന് തോന്നുന്നു. നിനക്ക് ഓർമ്മയില്ലേ നമ്മുടെ ഫോട്ടോഗ്രാഫി ക്ലബ്ബ്? കോളേജിൽ പഠിക്കുമ്പോ നമ്മൾ അവിടെ വെച്ചിട്ടല്ലേ ഇത്രയൊക്കെ ക്ലോസ് ആയത്. ജിൻസുവിന്റെ മനസ്സിൽ അപ്പോൾ അങ്ങനത്തെ ക്ലബ്ബൊന്നും തന്നെ ഓർമ്മയിലുണ്ടായിരുന്നില്ല. എന്തായാലും അവൻ ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ടായിരുന്ന മറ്റൊരു കൂട്ടുകാരിയോട് പോയി ആ ഫോട്ടോ കാണിച്ചു ചോദിച്ചു, ഇതാരാണെന്ന് അറിയാമോ? ആ കൂട്ടുകാരിക്ക് പൂവിന്റെ ഹോൾസെയിൽ ബിസിനസ് ആണ്. അവളൊരു ബൊക്കെ ഷോപ്പൊക്കെ നടത്തുന്നുണ്ട്. ജിൻസുവിനോട് ആ കൂട്ടുകാരി പറഞ്ഞു, ഓഹോ, അപ്പോ ഇതാണല്ലേ മഞ്ഞ പൂക്കൾ ഇഷ്ടമുള്ള നിന്റെ ആ പെൺകുട്ടി. ഓ, നീ മറന്നുപോയി കാണൂലേ? ആക്സിഡന്റ് ആയ ദിവസം നീ ഇവിടെ വന്ന് അതേ പൂക്കൾ വാങ്ങിയിരുന്നു. പണ്ട് കോളേജിൽ പഠിക്കുമ്പോ നീ ഇഷ്ടപ്പെട്ട് വാങ്ങിയിരുന്ന ആ മഞ്ഞ പൂക്കൾ. അതുകൂടി കേൾക്കുന്നതോടെ ആരായി പെൺകുട്ടി എന്നറിയാനുള്ള കൗതുകം ജിൻസുവിന് ഒരുപാട് വർദ്ധിച്ചു. അടുത്ത ദിവസം അവൻ ഈ ഫോട്ടോയുമായി ജോങ്ഹിയെ ചെന്ന് കണ്ടു. അവൾ അത് കണ്ടിട്ട് സംശയത്തോടെ പറഞ്ഞു, നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ജൂലിയായിരിക്കോ ഇത്? അവളെപ്പോലെ തോന്നുന്നുണ്ട്. ഒരു തവണ നീ അവൾക്ക് ഫ്രഷായ മഞ്ഞ പൂക്കളായി പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നുകൂടി അവൾ കൂട്ടിച്ചേർത്തു. ജിൻസു അതോടെ അവളെ തെരഞ്ഞു പോവുകയാണ്. അവളിപ്പോൾ ഒരു ഡാൻസ് മാസ്റ്ററായി കഴിഞ്ഞിരുന്നു. അവളെ കണ്ട് ജിൻസു കാര്യങ്ങൾ ചോദിച്ചു, ഫോട്ടോ കാണിച്ചു. പക്ഷെ അവൾ പറഞ്ഞു, നീ ഉദ്ദേശിക്കുന്ന പെൺകുട്ടി ഞാനല്ല. കോളേജിലന്ന് പെർഫോമൻസ് ഉണ്ടായിരുന്നു. എന്റെ പെർഫോമൻസ് കഴിഞ്ഞ് ഞാൻ വരുമ്പോ നീ കുറെ പൂക്കളുമായി എന്റെ അടുത്ത് വന്നു. എന്നിട്ട് കയ്യിൽ കരുതിയിരുന്ന ബൊക്കയിലുണ്ടായിരുന്ന ആ യെല്ലോ ഫ്ലവറിന്റെ പേര് ചോദിച്ചു. ഞാൻ അതിന്റെ പേര് നിനക്ക് പറഞ്ഞു തന്നു. എന്താടാ, ഈ പൂ നിനക്ക് അത്ര ഇഷ്ടമാണോ എന്ന് അന്ന് ഞാൻ നിന്നോട് ചോദിച്ചിരുന്നു. നീ പറഞ്ഞു, എനിക്കത്ര ഇഷ്ടമായിട്ടൊന്നുമല്ല, പക്ഷെ നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതും പറഞ്ഞ നീ അന്ന് അവിടുന്ന് പോയത്. പിന്നെ മറ്റൊരിക്കൽ ഞാൻ നിന്നെ കണ്ടിട്ടുണ്ട്. നീ ആ ഫ്രഷ് പൂക്കൾ ഒരു പെൺകുട്ടിക്ക് കൊടുക്കുന്നത് ജനൽ
ജനലിന് മറവിലൂടെയാ ഞാൻ കണ്ടത്. അത് നമ്മുടെ യാങ്മി ആയിരുന്നു. യാങ്മിയോ? ജിൻസുവിന് അതിശയം തോന്നി. എന്തായാലും തിരഞ്ഞ് യാങ്മിക്കടുത്തേക്കും ജിൻസു എത്തി. അതുവരെ ഉണ്ടായ കാര്യങ്ങൾ യാങ്മിയോട് ജിൻസു വിശദീകരിച്ചു പറഞ്ഞു. യാങ്മി പറഞ്ഞു, നീ ഉദ്ദേശിക്കുന്ന പെൺകുട്ടി ഞാനായിരിക്കില്ല. അന്ന് നീ എന്റെ അടുത്ത് വന്നത് ഈ ബൊക്കെ എങ്ങനെയുണ്ടെന്ന് ചോദിക്കാനായിരുന്നു. എനിക്കാണെങ്കിൽ ഈ പൂക്കൾ ഇഷ്ടമല്ല. അത് വല്ലാത്തൊരു അലർജിയാണ്. അത് കണ്ടപ്പോ തന്നെ ഞാൻ തുമ്മാൻ തുടങ്ങിയിരുന്നു. കുറച്ചു കഴിഞ്ഞ് നീ ആ പൂവൊക്കെ മാറ്റിവെച്ച് എന്നോട് വന്ന് അതിന് സോറി പറയുകയും ചെയ്തു. അന്ന് ക്ലബിലെ പെൺകുട്ടികൾക്കൊക്കെ ഇഷ്ടമായതുകൊണ്ടാ ഞാൻ ഈ പൂ വാങ്ങിയത് എന്ന് നീ പറഞ്ഞപ്പോ അവിടെ അന്ന് മറവിലുണ്ടായിരുന്ന ആ പെൺകുട്ടിയെ ചൂണ്ടി ഞാൻ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. എല്ലാവർക്കും വേണ്ടിയല്ല, അവൾക്ക് വേണ്ടിയല്ലേ നീ ഈ പൂ വാങ്ങിയതെന്ന്. ആ പെൺകുട്ടി ആരാണെന്ന് നിനക്കറിയോ? നീ അവളെ കണ്ടിട്ടുണ്ടോ? ആകാംക്ഷയോടെ ജിൻസു തിരക്കി. ഏയ്, അവളെ ഞാൻ കണ്ടിട്ടില്ല. അവളുടെ കയ്യിലുള്ള ആ പൂവേ ഞാനന്ന് കണ്ടുള്ളൂ. അവളുടെ മുഖം വ്യക്തമായിരുന്നില്ല. ഒരു മറവിന് പിന്നിലായിരുന്നു അവൾ നിന്നത്. ഞാനന്ന് നിന്നെ ഒന്ന് കളിയാക്കാൻ കൂടി പറഞ്ഞതാ. എന്തായാലും എല്ലാവരിൽ നിന്നും കിട്ടിയ വിവരം ജോങ്ഹ്യുമായി ഒന്ന് ഡിസ്കസ് ചെയ്യാൻ ജിൻസുവിന് തോന്നി. ജിൻസു അവളെ വിളിച്ചു. അവൾ അപ്പോഴാണ് പറയുന്നത്, ഇന്നെന്റെ ബർത്ത്ഡേ ആണ്, നമുക്കൊന്നിച്ച് പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചാലോ? ജിൻസു ഓക്കെ പറഞ്ഞു. അവരങ്ങനെ ഒരു ഹോട്ടലിൽ വെച്ച് കണ്ടുമുട്ടി. ഇരുവരും സംസാരിക്കാൻ തുടങ്ങി. എല്ലാം കേട്ടപ്പോ അവള് പറഞ്ഞു, ഷടാ, എന്നാലും നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ആ പെൺകുട്ടി ഏതാ? അവൾ ആലോചിച്ചോണ്ടിരുന്നു. അപ്പോഴേക്ക് അങ്ങോട്ടേക്ക് ജിൻസു അവളറിയാതെ ഓർഡർ ചെയ്ത കേക്ക് വന്നു. വൈകിയാണെങ്കിലും എന്റെ ബർത്ത്ഡേ വിഷസ് എന്ന് പറഞ്ഞ് അവൾക്കൊരു ഗിഫ്റ്റ് കൂടി കൊടുത്തു. അതൊക്കെ കണ്ടപ്പോ ജോങ്കിക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. സന്തോഷത്തോടെ അവൾ കൂട്ടിച്ചേർത്തു, നിനക്ക് ഓർമ്മയുണ്ടോടാ, ഇതുപോലൊരു ബർത്ത്ഡേ ദിവസമാ നീ നമ്മുടെ ക്ലബിലേക്ക് ആദ്യമായിട്ട് വന്നേ. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഞങ്ങള് കേക്കൊക്കെ വാരി അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞുകൊണ്ടിരുന്നപ്പോഴാ സീനിയർ നമ്മുടെ ഇടയിലേക്ക് പുതിയൊരാൾ കൂടി വരുന്നുണ്ടെന്ന് പറഞ്ഞ് നിന്നെ അങ്ങോട്ടേക്ക് വിളിക്കുന്നത്. അവിടെ വെച്ച നീ സാങ്ങിനെയും ലിയോയെയും ഒക്കെ പരിചയപ്പെടുന്നതും പിന്നെ നിങ്ങൾ വലിയ കൂട്ടുകാരാവുന്നതും. അന്ന് നീ എന്ത് നാണം കുണിങ്ങാർന്നെന്നറിയോ? ക്ലബില് അന്നെല്ലാരും പോയി കഴിഞ്ഞ് നിന്നോട് കുറെ സംസാരിച്ചു. പക്ഷേ നീ ചോദിക്കുന്നതിന് മറുപടി മാത്രമേ പറഞ്ഞോളൂ, വേറൊന്നും മിണ്ടിയില്ല. ഒരു ബുക്ക് നോക്കി അങ്ങനെ അങ്ങിരിക്കുകയായിരുന്നു. ഇതൊക്കെ കേട്ടപ്പോ ജിൻസു ചിരിച്ചു. കുറെ സംസാരിച്ച് അവരന്ന് ഒരുപാട് സമയം ചിലവഴിച്ചു. പോവാൻ നേരം ജോങ്കി അവനോട് താങ്ക്സ് പറഞ്ഞു. ഉടൻ ജിൻസു മറുപടി കൊടുത്തു, ശരിക്കും ഞാനല്ലേ താങ്ക്സ് പറയേണ്ടത്? എനിക്ക് വേണ്ടി ഇത്രയും സമയമൊന്നും വേറെ ആരും ചിലവഴിച്ചിട്ടില്ല. എന്തായാലും അടുത്ത ദിവസം ജിൻസു ഓഫീസിലിരിക്കുമ്പോ പഴയ സ്കൂൾ വിദ്യാർത്ഥികളുടെ ലിസ്റ്റൊക്കെ എടുത്ത് പരിശോധിച്ചു. അപ്പോഴാണ് അതിൽ യൂന എന്ന പെൺകുട്ടിയുടെ പേര് കണ്ടത്. യൂനയുടെ ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ കൂട്ടത്തിൽ അവന്റെ പേരും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉടൻ തന്നെ ജിൻസു ജോങ്കിയെ വിളിച്ചു. അവളോട് ചോദിച്ചു, ഇങ്ങനൊരു പെൺകുട്ടിയുടെ കാര്യം നിനക്കെന്തെങ്കിലും അറിയുമോ? ഉടൻ യോങ്കി ചോദിച്ചു, അവള് നമ്മുടെ ക്ലബിൽ ചേർന്നത് തന്നെ ആരെ കാണാനെന്ന് നിനക്കറിയില്ലേ? നീ നേരിട്ട് വാ, ഞാൻ പറയാം. അങ്ങനെ അവരിരുവരും അന്നും കണ്ടുമുട്ടിയപ്പോ അവൾ പറയാൻ തുടങ്ങി, ഒരു ദിവസം ഞാൻ ക്ലബിലിരിക്കുമ്പോ അവൾ എന്റെ അടുത്ത് വന്നു. നമുക്കൊന്ന് മാറി നിന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ടുപോയി. എന്റെ അടുക്കൽ ഞാൻ നീയുമായി വലിയ അടുപ്പത്തിലാണോ എന്നൊക്കെ തിരക്കി. എന്താ കാര്യമെന്ന മട്ടിൽ ഞാൻ തിരക്കിയപ്പോ നീ നന്നായി ഫോട്ടോ എടുക്കുമെന്ന് കേട്ടു. അവരിൽ നിന്ന് ഫോട്ടോഗ്രാഫി പഠിക്കാൻ താല്പര്യമുണ്ട് എന്നാ അവളെന്ന് പറഞ്ഞത്. പക്ഷെ അന്ന് എനിക്ക് സംശയം തോന്നിയിരുന്നു അവൾക്ക് നിന്റെ മേലൊരു താല്പര്യമുണ്ടെന്ന്. പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഒരിക്കല് നമ്മൾ മൂന്നുപേരും കൂടി സിനിമക്ക് പോയത് ഓർക്കുന്നുണ്ടോ? ഒരിടവേളയില് ഞാനൊന്ന് പുറത്തിറങ്ങി. തിരികെ വരുമ്പോ നീ തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുവാണ്. എന്താ കാര്യമെന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ നീ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു, ഇനി നിങ്ങൾ സിനിമയ്ക്ക് പോകുമ്പോ എന്നെ വിളിക്കരുത്. അവളോട് പറഞ്ഞേക്ക് എനിക്ക് വേറൊരു കുട്ടി ഇഷ്ടമാണെന്ന്. അന്നത്രയും ദേഷ്യത്തില് നിന്നെ മുമ്പ് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നീ സ്നേഹിച്ചത് യൂനയെയാണ് എന്നെനിക്ക് തോന്നുന്നില്ല. അതെനിക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും. അപ്പോഴാണ് അവൾ ജിൻസുവിന്റെ വാച്ച് കാണുന്നത്. അവൾ പറഞ്ഞു, നീ ഇപ്പോഴും ഈ വാച്ചാണോ കെട്ടുന്നത്? ഇത് പഴയ മോഡലാണെങ്കിലും ഇതിൽ അലാറം വെക്കാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് അന്നൊക്കെ ഞങ്ങൾക്കിടയില് ഈ വാച്ച് ഒരു സൂപ്പർ സ്റ്റാർ ആയിരുന്നു. നോക്കട്ടെ എന്ന് പറഞ്ഞ് അവൾ വാച്ചിൽ അലാറം വെക്കാൻ ശ്രമിച്ചു. പക്ഷെ അത് അടിക്കുന്നുണ്ടായിരുന്നില്ല. ഇനി കാണുമ്പോ നോക്കാമെന്ന് പറഞ്ഞ് അവർ രണ്ടു വഴിക്ക് പിരിഞ്ഞു. അവൾ പോയതും വാച്ചിന്റെ അലാറം അടിച്ചു. ഇത് കണ്ട് ജിൻസുവിന് ചിരി വരുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസം ജിൻസുവിന്റെ ഓഫീസിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. റേറ്റിംഗ് ഒക്കെ കുറവാണെന്ന് പറഞ്ഞ് ബോസ് വലിയ ദേഷ്യത്തിലാണ്. ഫോൺ സൈലന്റ് ആയതുകൊണ്ട് ജോങ്കിയുടെ ഒരു കോൾ ജിൻസു കണ്ടിരുന്നില്ല. പുറത്തിറങ്ങിയപ്പോ അവൻ തിരികെ വിളിച്ചു. ജോങ്കി പറഞ്ഞു, വൈകുന്നേരം മീറ്റ് ചെയ്യാം, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. അവർ തമ്മിൽ അങ്ങനെ ഒരു ബോട്ട് റെസ്റ്റോറന്റിൽ വെച്ച് കണ്ടുമുട്ടി. സംസാരിക്കുമ്പോ അവൾ പറഞ്ഞു, ഞാൻ ആദ്യമായിട്ടാ ഇതുപോലൊരു ബോട്ട് റെസ്റ്റോറന്റിൽ കയറുന്നേ. ഞാൻ ഇത്രയും നാള് സീരിയസ് ആയാ ജീവിച്ചെന്ന് തോന്നുന്നു. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും എൻജോയ് ചെയ്തിട്ടില്ല. കോളേജിന് ശേഷം ടെൻഷൻ നിറഞ്ഞൊരു ജീവിതമായിരുന്നു. അതിപ്പോ എല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ? നീ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ജിൻസു ചോദിച്ചു. അവൾ പറഞ്ഞു, ഓ സോറി, ഞാനത് വിട്ടുപോയി. ഇന്നലെ കോളേജിൽ നടന്ന മറ്റൊരു സംഭവം എനിക്ക് ഓർമ്മ വന്നു. അന്നൊരു ദിവസം കോളേജിൽ നമ്മുടെ ഇംഗ്ലീഷ്
ഇംഗ്ലീഷ് ടീച്ചർ വന്ന് ഇംഗ്ലീഷിൽ കവിത എഴുതാൻ പറഞ്ഞു. തൊട്ടടുത്ത ദിവസം തന്നെ എല്ലാവരും എഴുതിയ കവിതയുമായി ക്ലാസ്സിലേക്ക് വന്ന ടീച്ചർ ഇങ്ങനെയാ പറഞ്ഞത്: ഇംഗ്ലീഷില് നിങ്ങൾ ഇത്രയും മണ്ടന്മാരാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു, എന്നാലും ചിലത് കൊള്ളാം. അതിലൊന്ന് നിന്റെയായിരുന്നു. നിന്നെ മുമ്പിലേക്ക് വിളിച്ച് ടീച്ചർ കവിത വായിപ്പിച്ചു. ദി ട്രെയിൽസ് ഓഫ് ദി സൺഷൈൻ, സൂര്യപ്രഭയുടെ അടയാളം എന്നായിരുന്നു നീ എഴുതിയ കവിത. അതില് മഴവില്ലിൽ നീ ഒളിപ്പിച്ചു വെച്ചിരുന്നത് നിന്റെ നിഷ്കളങ്കമായ പ്രണയമാണ് എന്ന് ടീച്ചർ അവിടെ വായിച്ചെടുത്തു. അത് കേട്ടെന്ന് ക്ലാസ്സിൽ എല്ലാവരും ഒന്ന് അമ്പരന്നിരുന്നു. പിന്നെ എല്ലാവരും നിന്നെ മഴവില്ല എന്ന് വിളിച്ച കളിയാക്കിക്കൊണ്ടിരുന്നേ. നിന്റെ മഴവില്ലാരാണെന്നറിയാൻ എല്ലാവർക്കും വലിയ താല്പര്യവുമായിരുന്നു. ഒരുപക്ഷെ നീ ഇപ്പൊ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആ പെൺകുട്ടി എല്ലാവരും ഒന്ന് കളിയാക്കിയ മഴവില്ലായിരിക്കും. പിന്നെ അന്നൊക്കെ കുറെ കുട്ടികള് അത് നമ്മുടെ ജൂനിയേഴ്സിലെ ഏതോ കുട്ടിയാണെന്നൊക്കെ പറഞ്ഞു നടക്കുന്നുണ്ടായിരുന്നു. അവരുടെ സംസാരം അങ്ങനെ കുറേയധികം നീണ്ടുപോയി. അടുത്ത ദിവസവും അവർ മീറ്റ് ചെയ്തു. അന്ന് ജോങ്കി അവനോട് ചോദിച്ചു, ഇത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞല്ലോ, നിനക്കിപ്പോ എന്തെങ്കിലുമൊക്കെ ഓർമ്മ കിട്ടുന്നുണ്ടോ? ജിൻസു പറഞ്ഞു, ഞാനിപ്പോ മറ്റുള്ളവരുടെ ഓർമ്മയിലൂടെ എന്നെ തന്നെ തിരയുവാണല്ലോ. അവർക്കുള്ള രീതിയിലായിരിക്കില്ല ഒരുപക്ഷെ അനുഭവം എനിക്കുണ്ടാവുക. എന്നാലും ലൈഫിൽ എന്തൊക്കെയാ നടന്നേക്കുന്നത് എന്നറിയാൻ ഒരു കൗതുകം. അതുകൊണ്ട് ഞാനിപ്പോ ശ്രമിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. പിന്നാലെ അവർ അവരുടെ ക്യാമ്പസ് സന്ദർശിക്കാൻ പോയി. കോളേജൊക്കെ അവരൊന്ന് ചുറ്റിക്കണ്ടു. ശേഷം ഒരിടത്ത് ചെന്നിരുന്ന് സംസാരിക്കാൻ തുടങ്ങി. അപ്പോ ജോങ്കി പറഞ്ഞു, ഞാനും സാങ്ങിനും ബ്രേക്കപ്പ് ആയ ദിവസം അവൻ എന്നെ പൂൾ കളിക്കാൻ വേണ്ടി വിളിച്ചിരുന്നു. ഒരു പ്രൊഫഷണൽ കളിക്കാരനെ പഠിപ്പിക്കുന്ന പോലെയാ അവൻ എന്നെ പഠിപ്പിച്ച് കളിപ്പിച്ചത്. നീ ഒറ്റയ്ക്ക് കളിക്കാറായോ എന്നവൻ എന്നോട് ചോദിച്ചു. ഞാൻ ആയെന്ന് പറഞ്ഞതും പെട്ടെന്നായിരുന്നു അവൻ നമുക്ക് ബ്രേക്കപ്പ് ആവാമെന്ന് പറഞ്ഞത്. കാരണം ചോദിച്ചപ്പോ അവൻ കാരണമൊന്നുമില്ല എന്ന് പറഞ്ഞ് വേഗത്തിൽ അവിടുന്ന് പോയി. എനിക്കൊന്നും മനസ്സിലായില്ല. അതിലൊരുപാട് വിഷമിച്ചു. അതൊക്കെ മറക്കാൻ മറ്റൊരു റിലേഷനിലാവണം എന്നാ ഞാൻ വിചാരിച്ചേ. പക്ഷേ അത് നടന്നതുമില്ല. കുറെ കഴിഞ്ഞപ്പോ എന്തുകൊണ്ടാണ് ബ്രേക്കപ്പ് ആയതെന്നൊക്കെ അറിയണമെന്ന് തോന്നി. അതാ വീണ്ടും അവനുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിച്ച് ഫോണിലേക്ക് ആ വോയിസ് മെയിലൊക്കെ ഇട്ടത്. അത് ഇങ്ങനെ ആയിത്തീരുമെന്ന് വിചാരിച്ചുമില്ല. അപ്പോഴേക്കും അവിടെ മഴ പെയ്തു തുടങ്ങിയിരുന്നു. ചെറുതായി മഴ നനനാണ് അവർ കാറിൽ കയറിയത്. ആ സമയം അവൻ ചുണ്ടുരോശത്തേക്ക് കടിച്ചു പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടതും ജോങ്കി പറഞ്ഞു, നീ എന്താ ആലോചിക്കുന്നേ? ഹേയ് ഒന്നുമില്ലല്ലോ. അല്ലടാ, പണ്ട് നീ എന്തെങ്കിലുമൊക്കെ ആലോചിച്ചിരിക്കുമ്പോഴാ ഇതുപോലെ സൈഡിലേക്ക് ചുണ്ട് കടിച്ചു പിടിക്കാറ്. അത് കേട്ട് ജിൻസു ചിരിക്കുന്നുണ്ടായിരുന്നു. ജിൻസു പറഞ്ഞു, എനിക്ക് പക്ഷേ നിന്നെ പറ്റി അത്ര ഓർമ്മയൊന്നും കിട്ടുന്നില്ല. ഒരുപക്ഷെ കോളേജ് കഴിഞ്ഞ് നമ്മളധികം കോണ്ടാക്ട് ഉണ്ടായിട്ടുണ്ടാവില്ല, അതായിരിക്കും. എന്നാ നീ എന്നെ ഇപ്പോ മുതൽ അറിയാൻ തുടങ്ങിക്കോ എന്ന് ജോങ്കി പറഞ്ഞതും ഇരുവരും അവിടെ ഇരുന്ന് ചിരിക്കുകയാണ്. അടുത്ത ദിവസം ജോങ്കി ജിൻസുവിന്റെ വീട്ടിൽ വന്നു. അവിടെ ആ പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു. അവൾ അതിനെ എടുത്ത് താലോലിച്ചിരിക്കാൻ തുടങ്ങി. ജിൻസു അപ്പോ കുറെ ആൽബങ്ങളായി അങ്ങോട്ടേക്ക് കടന്നു വന്നു. ഇതെന്താ? അവള് ചോദിച്ചു. ഇതൊക്കെ മുമ്പ് ഞാനെടുത്ത ഫോട്ടോസ് ആണ്. ഇതൊന്നും കാണുമ്പോ എനിക്ക് വലിയ ഓർമ്മ കിട്ടില്ല. കോളേജ് കാലയളവിൽ എടുത്ത ഫോട്ടോസ് ഒക്കെ ഉണ്ട്. ഇത് കണ്ടാൽ നിനക്ക് എന്തെങ്കിലും ഓർമ്മ കിട്ടിയാലോ എന്നറിയാൻ വേണ്ടി കൊണ്ടുവന്നതാ. ജോങ്കി ഓരോ ഫോട്ടോയും നോക്കി ശേഷം പറഞ്ഞു, നീ എപ്പോഴും ഫോട്ടോ എടുക്കുമ്പോ അതിന്റെ ബാക്ക് സൈഡില് അതേക്കുറിച്ച് എഴുതി വെക്കാറുണ്ടായിരുന്നു. നോക്കിക്കേ. ജോങ്കി അത് കാണിച്ചതും ജിൻസു അത് നോക്കിക്കണ്ടു. അവനും കൗതുകം തോന്നി. അവരങ്ങനെ കുറച്ച് ഫോട്ടോസ് നോക്കുമ്പോ അതിൽ ഒരു സ്ലൈഡ് കിട്ടി. കുറെ ഫോട്ടോസ് അടക്കം ചെയ്ത ഒരു ഫോട്ടോ സ്ലൈഡ്. അവർ അത് പ്രൊജക്ടറിൽ ഇട്ടു നോക്കി. ജോങ്കി ഓരോ ഫോട്ടോയും നോക്കിയിരിക്കുമ്പോ ജിൻസു ജോങ്കിയെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. തുടർച്ചയായുള്ള അവളോടുള്ള ഇടപഴകൽ കാരണം അവളോട് അവന് ചെറിയൊരു പ്രണയ താല്പര്യമൊക്കെ തോന്നിത്തുടങ്ങിയിട്ടുണ്ട്. അവർക്കിടയിൽ ആ നിമിഷം വല്ലാത്തൊരു അടുപ്പം രൂപപ്പെടുത്തി. പരസ്പരം കിസ് ചെയ്യാൻ വേണ്ടി ഒരു നിമിഷത്തിൽ ഇരുവരുടെയും ഉള്ളിൽ ആഗ്രഹം ഉടലെടുത്തു. അവരുടെ മുഖം അടുത്തടുത്ത് വന്നു. പെട്ടെന്നായിരുന്നു അവിടുത്തെ ലാൻഡ് ലൈനിൽ ബെല്ലടിച്ച് അതൊരു വോയിസ് മെസ്സേജ് ആയത്. സാങ്ങിനിന്റെ മെസ്സേജ് ആയിരുന്നു. നാളെ അവൻ മടങ്ങിയെത്തും. അത് കേട്ടതോടെ രണ്ടുപേരും രണ്ടു വശത്തേക്ക് മാറി. ഞാൻ ഇറങ്ങുന്നു എന്ന് പറഞ്ഞ് ജോങ്കി അവിടെ നിന്ന് പോയി. അടുത്ത ദിവസം സാങ്ങിൻ എത്തിയിരുന്നു. സാങ്ങിൻ പോയ ബിസിനസ് ട്രിപ്പിന്റെ വിശേഷങ്ങളൊക്കെ ജിൻസുവിനോട് പങ്കുവെച്ചുകൊണ്ടിരുന്നു. അവിടെ ചെന്നിട്ട് എന്തൊരു ബോറായിരുന്നു, എങ്ങനെങ്കിലും ഇവിടെ വന്നാ മതിയായിരുന്നു എന്ന് മട്ടി പറഞ്ഞ ശേഷം ജിൻസുവിന്റെ മുഖം കണ്ടപ്പോ അവൻ ചോദിച്ചു, എന്താടാ വല്ലാതിരിക്കണേ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഹേയ് അങ്ങനൊന്നുമില്ലടാ, എന്തേലും ഉണ്ടെങ്കിൽ പറയടാ. ജിൻസു പെട്ടെന്ന് ജോങ്കിയുടെ കാര്യം പറയാനായി മുന്നിട്ട് വന്നെങ്കിലും പെട്ടെന്നായിരുന്നു ബെല്ലടിച്ചത്. അവൻ പോയി ഫോൺ എടുത്തു. ജോങ്കിയായിരുന്നു. സാങ്ങിനെ ഒന്ന് കാണണം എന്നവൾ പറഞ്ഞു. അത് കേട്ടതും ജിൻസു സാങ്ങിനോട് കാര്യം അറിയിച്ചു. സാങ്ങിനിന്റെ മുഖം മാറിയിരുന്നു. നീ എന്താ പറയാൻ വന്നത് എന്ന് സാങ്ങിൻ ചോദിച്ചെങ്കിലും ഒന്നുമില്ല എന്ന് പറഞ്ഞ് ജിൻസു ഒഴിഞ്ഞു മാറി. അടുത്ത ദിവസം സാങ്ങിനും ജോങ്കിയും ഒരു റെസ്റ്റോറന്റിൽ വെച്ച് കണ്ടുമുട്ടി. ജോങ്കി അവന്റെ ആ പഴയ ലേറ്റർ അവന്റെ കയ്യിൽ കൊടുത്തു. സാങ്ങിൻ ചോദിച്ചു, ഇതിനാണോ നീ കാണണമെന്ന് പറഞ്ഞത്? അല്ല, വേറൊരു കാര്യം കൂടിയുണ്ട്. അവൾ പറഞ്ഞു. എന്താ അത്? നമ്മൾ കോളേജിൽ പഠിക്കുമ്പോ ജിൻസുവിനൊരു ഇഷ്ടമുണ്ടായിരുന്നില്ലേ? അവളെപ്പറ്റി നിനക്കെന്തെങ്കിലും അറിയുമോ? ഇത്രയും നാൾ ഞങ്ങൾ
രണ്ടുപേരും ചേർന്ന് അവളെ അന്വേഷിക്കുകയായിരുന്നു. സാങ്ങിൻ പറഞ്ഞു, കോളേജൊക്കെ കഴിഞ്ഞ് ലിയോ നിർബന്ധിത പട്ടാള സേവനത്തിന് പോകുന്നതിന്റെ തലേ ദിവസം ഞങ്ങളൊക്കെ ഒന്ന് ചേർന്നിരുന്നു. അന്ന് നിനക്ക് എക്സാം ഉള്ളതുകൊണ്ട് നീ മാത്രം വന്നില്ല. ജിൻസു അന്നെന്തോ വലിയ ടെൻഷനിലും സങ്കടത്തിലും ഒക്കെയായിരുന്നു. ലിയോ ആ സമയം അവനോട് ചോദിച്ചു, നമ്മുടെ ജൂനിയർ പെൺകൊച്ച് നിന്റെ മഴവില്ലായിട്ടുള്ള ആ പ്രണയം എങ്ങനെ പോകുന്നടാ എന്ന്. പെട്ടെന്ന് ജിൻസു വല്ലാതെ ദേഷ്യപ്പെട്ട് വയലന്റ് ആയി എഴുന്നേറ്റു. ഒന്ന് നിർത്താമോ എന്ന് അലറി. എന്റെ മഴവില് ജൂനിയർ പെൺകൊച്ചൊന്നുമല്ല എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാ ചെയ്തേ. ഞാൻ അവന്റെ പുറകെ പോയി അവനോട് അതാരാണെന്ന് ചോദിച്ചെങ്കിലും ഞാനും അടുത്ത ദിവസം നിർബന്ധിത മിലിറ്ററി സേവനത്തിന് പോകുക എന്ന് പറഞ്ഞ് അവൻ പോയി. അവനെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാൻ ഞാൻ ആ റെയിൽവേ സ്റ്റേഷനിൽ പോയത്. പക്ഷേ ട്രെയിൻ കയറി പോകുന്നതിന്റെ ഇടയില് മനസ്സ് മാറി അവൻ പെട്ടെന്ന് ട്രെയിനിൽ നിന്ന് ഇറങ്ങി. എന്നിട്ടവൻ അവന്റെ മഴവിലിനെ കാണാൻ പോയി. അത് കഴിഞ്ഞ് അടുത്ത ദിവസമാ അവൻ പട്ടാളത്തിൽ ചേരാൻ പോയത്. ഒക്കെ കേട്ടതും ജോങ്കി അതെല്ലാം അന്ന് തന്നെ ജിൻസുവിന്റെ അടുത്ത് അറിയിച്ചു. എനിക്ക് തോന്നുന്നത് നീ അവളെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടെന്ന് തന്നെയാ. അതുകൊണ്ട് നീ ഇനി ആ തിരച്ചിൽ അവസാനിപ്പിക്കരുത്. അവള് ചിലപ്പോ നിന്നെ കാത്തിരിക്കുകയാണെങ്കിലോ. പിന്നെന്താ അവൾ എന്നെ ഇതുവരെ വിളിക്കാതിരുന്നത്? എനിക്കങ്ങനൊന്നും തോന്നുന്നില്ല, ജിൻസു പറഞ്ഞു. പിന്നെ ഇപ്പൊ നീ എന്താ ഒരു അകലം കാണിക്കുന്നത്? പഴയ പോലെയല്ലല്ലോ. ജോങ്കി അത് ചോദിച്ചതും ജിൻസു ഒന്ന് വല്ലാതായി. സാങ്ങിൻ കാരണമാണോ എന്നവൾ എടുത്തു ചോദിച്ചു. ആണെന്നവന്റെ പെരുമാറ്റം സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. ശരിയെന്നാന്നും പറഞ്ഞ് അവൾ അവിടുന്ന് പോന്നു. അന്നു മുതൽ അവർക്കിടയിൽ ഒരു അകലം ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. രണ്ടുപേർക്കും അടുത്ത ദിവസങ്ങളിൽ നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അവർ പരസ്പരം വിളിക്കുകയോ കാണാൻ ശ്രമിക്കുകയോ ചെയ്തില്ല. പിന്നീട് ജിൻസു എല്ലാ കാര്യങ്ങളും സാങ്ങിനോട് തുറന്നു പറഞ്ഞു. നീയാണെന്ന് കരുതിയ അവളന്ന് റെസ്റ്റോറന്റിലേക്ക് വന്നത്. അവളെ പക്ഷേ ആദ്യമായി കണ്ടപ്പോ തന്നെ എനിക്കങ്ങ് ഇഷ്ടമായി പോയെന്ന് തോന്നുന്നു. അവളോട് എന്റെ ഉള്ളിൽ പ്രണയവും തോന്നി. സാങ്ങിൻ ഒക്കെ കേട്ടുകൊണ്ട് പറഞ്ഞു, അവൾക്ക് എല്ലാവരോടും സ്നേഹമായിട്ട് പെരുമാറാനേ അറിയുള്ളൂടാ. എനിക്ക് അവളോട് ഒരു ഇഷ്ടം തോന്നിയപ്പോ ഞാനതാ കോളേജ് സമയത്ത് പറഞ്ഞു. പിന്നെ ഓർത്തപ്പോ ഇതൊന്നും ഇല്ലാത്തതാ നല്ലതെന്ന് തോന്നി. അതാ ഞാൻ അവളുമായിട്ട് ബ്രേക്കപ്പ് ആയേ. ജിൻസു ഒക്കെ മൂളിക്കേട്ടു. സാങ്ങിൻ ചോദിച്ചു, നീ അന്വേഷിച്ച് നടന്ന ആ പെൺകുട്ടിയില്ലേ, അതാരാണെന്നറിയാൻ നിനക്കിപ്പോ താല്പര്യമില്ലേ? നീ എന്തത് വിട്ടോ? അവൻ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. അതിനേക്കാളൊക്കെ ഉപരിയായി ജോങ്കി അവൻ സ്നേഹിക്കുന്നുണ്ട് എന്നവിടെ വെച്ച് വ്യക്തമാകുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസം ഒരു സംഭവം നടന്നു. ജോങ്കി ജോലി ചെയ്യുന്ന സ്ഥലത്തെത്തിയ ഒരാൾ ജോങ്കിയുടെ സുഹൃത്തിന്റെ അടുത്ത് ഒരു ബുക്ക് കൊടുത്ത ശേഷം അവിടെ ഓടിപ്പോയി. അതാകട്ടെ ജിൻസുവിന്റെ കോളേജ് ഡയറി ആയിരുന്നു. മുൻപിൽ അവന്റെ ID കാർഡൊക്കെയുണ്ട്. കൂട്ടുകാരി അത് ജോങ്കിയുടെ അടുത്തെത്തിച്ചു. അവൾ അത് തുറന്നു നോക്കി. അതിനകത്ത് നിന്നും റെയിൻബോ എന്നെഴുതിയ ഒരു ഫോട്ടോ സ്ലൈഡും അവൾക്ക് കണ്ടുകിട്ടി. ഒരുപക്ഷെ അതിൽ ജിൻസു അന്വേഷിക്കുന്ന അവന്റെ റെയിൻബോ ഉണ്ടാകും, അവന്റെ മഴവില്ലുണ്ടാകും എന്നവൾക്ക് മനസ്സിലായിരുന്നു. അവൾ അതുമായി ജിൻസുവിനെ ചെന്ന് കണ്ടു. എല്ലാ കാര്യങ്ങളും അവനോട് പറഞ്ഞ്, നീ ഈ ഫോട്ടോ സ്ലൈഡ് ഇട്ടു നോക്ക്, നിന്റെ റെയിൻബോയെ നിനക്കിതിൽ കണ്ടുകിട്ടും എന്ന തരത്തിൽ സൂചിപ്പിച്ചു. പക്ഷെ എനിക്കിനി ഇത് കാണണമെന്നില്ല എന്നായിരുന്നു അവന്റെ മറുപടി. കാണണ്ടാന്നോ? പിന്നീട് നീ ഇതോർത്ത് ദുഃഖിക്കേണ്ടി വരും. എന്നാലും എനിക്കിത് കാണണ്ട. കാരണം ഇത് കണ്ടു കഴിഞ്ഞ് ഞാനിനി എന്ത് ചെയ്യാനാ? അവൾ എന്നെ മുമ്പ് സ്നേഹിച്ചിരുന്നു എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇപ്പോ എന്തായാലും അവൾ എന്നെ സ്നേഹിക്കുന്നുണ്ടാവില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഇതിനകം അവൾ എന്നെ തേടി വന്നേനെ. ഇപ്പോ എന്റെ ഉള്ളിൽ ചിലതുണ്ട്. എനിക്കിപ്പോ എന്താണോ ഉള്ളത് അതാണ് എനിക്ക് ഏറ്റവും വലുത്. പിന്നെ നിനക്കിതാരാണെന്ന് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നീ കൊണ്ടുപോയി നോക്കിക്കോളൂ. അത് പറഞ്ഞ് ആ ഫോട്ടോ സ്ലൈഡ് തിരികെ കൊടുത്ത് ജിൻസു അവിടുന്ന് പോന്നു. അവിടെ നിന്നും ജോങ്കി നേരെ പോയത് സാങ്ങിനെ കാണാനായിരുന്നു. അവിടെ വെച്ച് സാങ്ങിനോട് അവൾ ചോദിച്ചു, നീയല്ലേ എന്റെ ഓഫീസിൽ വന്ന് ആ ഫോട്ടോ സ്ലൈഡും അവന്റെ ഡയറിയും അവിടെ ഏൽപ്പിച്ചിട്ട് പോയത്? സാങ്ങിനൊന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല. പിന്നാലെ അവൾ പറഞ്ഞു, നിനക്കിത് അറിയാമെങ്കിൽ ആദ്യം എന്നോട് പറഞ്ഞാൽ പോരായിരുന്നു. ഞാൻ വന്ന് നിന്നോട് ചോദിച്ചതുമല്ലേ, എന്നോട് ക്ഷമിക്കണം. അതായിരുന്നു അവന്റെ മറുപടി. അവൾ പറഞ്ഞു, അല്ലേലും നീ പണ്ടേ ഇങ്ങനെയാ, ഒരു കാര്യവും തുറന്നു പറയില്ല. സത്യത്തില് നീ എന്നെ എപ്പോഴെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ? ഇത് കേട്ടപ്പോ സാങ്ങിൻ തിരികെ ചോദിച്ചു, നീ പറ, നീയും എപ്പോഴെങ്കിലും എന്നെയും സ്നേഹിച്ചിരുന്നോ? നിന്റെ എന്തെങ്കിലും ഒരു കാര്യം നീ എന്നോട് പങ്കുവച്ചിട്ടുണ്ടോ? എന്ത് ചോദിച്ചാലും എനിക്ക് കുഴപ്പമില്ല, എന്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം എന്നല്ലാതെ നീ എന്നോട് വല്ലതും ആവശ്യപ്പെട്ടിട്ടുണ്ടോ, പറഞ്ഞിട്ടുണ്ടോ? എനിക്ക് നിന്റെ അടുക്കൽ നിന്ന് അതൊക്കെ വേണമായിരുന്നു. പക്ഷെ നീ ഒരിക്കലും അതിനൊന്നും അവസരം തന്നില്ല. നമ്മള് ചേരേണ്ടവരല്ലായിരുന്നു ജോങ്കി. നിനക്കറിയോ, അന്ന് ജിൻസു പട്ടാളത്തിൽ പോകുമെന്ന് പറഞ്ഞ ദിവസം അവനെ യാത്രയാക്കാൻ റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ പോയെന്ന് പറഞ്ഞല്ലോ. ആ സമയത്ത് അവൻ ട്രെയിനിൽ കയറിയപ്പോഴാ അവന്റെ ഈ കോളേജ് ബുക്ക് താഴെ വീണത്. എന്റെ കയ്യിൽ കിട്ടിയത് അതില് റെയിൻബോ എന്നെഴുതിയ ഈ ഫിലിം സ്ലൈഡ് ഉണ്ടായിരുന്നു. അവന്റെ റെയിൻബോയെ കാണണമെന്ന് തോന്നി ഞാൻ ഉടൻ കൊണ്ടുപോയി അത് നോക്കി. അത് കണ്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി. അവന്റെ റെയിൻബോ നീയായിരുന്നു. നിന്റെ ഫോട്ടോസ് ആയിരുന്നു അതിലുണ്ടായിരുന്നത്. അന്ന് നമ്മൾ
നമ്മുടെ റിലേഷൻ ജസ്റ്റ് തുടങ്ങിയിട്ടേയുള്ളൂ. ആർക്കും തന്നെ അതൊന്നും അത്രയ്ക്ക് അറിയില്ലായിരുന്നു. അത് കണ്ട് പേടിച്ച് ഞാൻ വേഗത്തില് നിന്നെ കാണാൻ വന്നു. ഇതേ സമയത്താ ജിൻസു ട്രെയിനിൽ നിന്ന് ചാടി നിന്നെ കാണാൻ വേണ്ടി പൂക്കളുമായി അങ്ങോട്ടേക്ക് വന്നത്. ഒരുപക്ഷെ അവൻ നിന്നോടുള്ള ഇഷ്ടം പറയാൻ വന്നതായിരിക്കും. പക്ഷെ നമ്മളെ ഒന്നിച്ചു കണ്ടതും അവൻ തിരിച്ചുപോയി. ഞാനന്ന് അവനെ കണ്ടിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ എനിക്കതൊന്നും അന്ന് നിന്നോട് പറയാൻ തോന്നിയില്ല. സത്യത്തില് നിങ്ങളായിരുന്നു ഒന്നിക്കേണ്ടത്. അതൊക്കെ കേട്ട് ജോങ്കി ആകെ വല്ലാതായി. അവൾക്കൊന്നും മിണ്ടാൻ സാധിച്ചില്ല. അവൾ അവിടെ നിന്ന് ഒന്നും മിണ്ടാതെ ഇറങ്ങി നടന്നു. ആ സമയം മുമ്പവൾ കോളേജ് കാലത്ത് ജിൻസുവിനോട് തനിക്ക് ആ മഞ്ഞപ്പൂക്കൾ ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞതും അതുമായി ക്യാൻറ്റീനിൽ നിന്ന സമയത്ത് അവളുടെ തല മാത്രം കാണാതെ മറ്റുള്ളവർ അവിടെ നിന്നിരുന്ന കാര്യവും എല്ലാം അവൾ ഓർത്തെടുത്തു. ജിൻസുവിനൊപ്പം ചിലവഴിച്ച നിമിഷങ്ങൾ അവളുടെ ഉള്ളിലേക്കെത്തി. അവൾ നേരെ പോയത് ഓർമ്മകൾ ഉറങ്ങുന്ന ആ കോളേജിലേക്കായിരുന്നു. മറുവശത്ത് ജിൻസുവും ഒരു സമാധാനമില്ലാതെ ചുറ്റിത്തിരിഞ്ഞു. ഒടുവിൽ കുറച്ച് പൂക്കൾ വാങ്ങി ജോങ്കിയോട് എല്ലാം തുറന്നു പറയാൻ തീരുമാനിച്ച് തന്റെ പ്രണയം അറിയിക്കാൻ തീരുമാനിച്ച് അവളെ അന്വേഷിച്ച് കോളേജിലേക്ക് എത്തിച്ചേർന്നു. ഇതിനിടയിൽ സാങ്ങിനിൽ നിന്നും താൻ സ്നേഹിച്ചിരുന്ന പെൺകുട്ടി ജോങ്കിയാണെന്ന സത്യം അവൻ തിരിച്ചറിയുന്നുണ്ട്. അന്ന് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. ജിൻസു അവിടെ എത്തിയതും ജോങ്കി അവനെ കണ്ടു. സന്തോഷത്തോടെ അവന്റെ അടുക്കലേക്ക് ഓടി വന്നു. നീ എന്താ ഇവിടെ? അവൾ ചെറുചിരിയോട് ചോദിച്ചു. ജിൻസു പറഞ്ഞു, ഞാനിവിടെ ഒരു ഡേറ്റിങ്ങിന് ആളെ കിട്ടുമോന്നറിയാൻ വേണ്ടി വന്നതാ. അതവൻ പറഞ്ഞതും അവളുടെ മുഖത്തും ഒരു ചിരി പടർന്നു. രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി പുഞ്ചിരിച്ചുകൊണ്ടിരുന്നു. പരസ്പരം പറയാനുള്ളത് എന്താണെന്നും ഇനി എന്ത് വേണമെന്നുമൊക്കെ അതിനോടകം തന്നെ അവരോട് പറഞ്ഞു കഴിഞ്ഞിരുന്നു. പ്രണയം സത്യമാണെങ്കിൽ അത് മഴ പോലെ പെയ്തിറങ്ങും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അവർ ഒന്നുചേരുമെന്ന സൂചനയോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ഈ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.